നമസ്കാരം. പെട്രോൾ സ്കൂട്ടർ വിപണിയിലെ അധികായന്മാരായ ഹോണ്ട ഇതാ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. ഓല, ഏതർ, ബജാജ്, TVS, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ വമ്പന്മാർ മാത്രം ഇതുവരെ നിറഞ്ഞാടിയിരുന്ന EV സെഗ്മെന്റ് തൂക്കാൻ ഹോണ്ട എത്തിയിരിക്കുകയാണ്. നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ആക്ടിവയുടെ വൈദ്യുതി പതിപ്പുമായിട്ടാണ് ബ്രാൻഡ് രാജ്യത്തേക്ക് കാലുകുത്തിയിരിക്കുന്നത്. ഒപ്പം കൂട്ടിന് മറ്റൊരു മോഡൽ കൂടി ഉണ്ട് എന്നതാണ് രസകരമായ കാര്യം. QC1 എന്നാണ് ആ EVയുടെ പേര്. രണ്ട് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും വിശേഷങ്ങൾ വിശദമായി നോക്കാം. രണ്ടും ഇന്ത്യയിൽ തന്നെയായിരിക്കും പൂർണ്ണമായും നിർമ്മിക്കുക എന്ന് ഹോണ്ട വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഒല പോലുള്ള വമ്പന്മാർക്ക് തിരിച്ചടിയും കിട്ടുന്നതായിരിക്കും. ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ആക്റ്റീവ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നവരെല്ലാം പെട്രോൾ മോഡലുകളെ ഉപേക്ഷിച്ച EVകളിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്ന സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്ന് നിസ്സംശയം പറയാം. ആക്റ്റീവ EVയിൽ സ്വാപ്പബിൾ ബാറ്ററി പാക്കും QC1 EVയിൽ ഫിക്സ്ഡ് ബാറ്ററിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്റ്റീവയുടെ തന്നെ ബോഡിയും ഫ്രെയിമും എല്ലാം അടിസ്ഥാനമാക്കിയാണ് ഹോണ്ട ആക്റ്റീവ നിർമ്മിച്ചിരിക്കുന്നത്. TVS iQube, ഒല S1, ബജാജ്, ചേതക് തുടങ്ങിയ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകളുമായിട്ടാകും ആക്റ്റീവയുടെ ഈ ഒരു വൈദ്യുത പതിപ്പ് പ്രധാനമായും മാറ്റുരയ്ക്കാൻ പോകുന്നത്. കാഴ്ചയിൽ സമാനതകളൊന്നുമില്ല എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ആക്റ്റീവയുടെ ഡിസൈൻ ഭാഷ ഉൾപ്പെടുത്താൻ ഹോണ്ട ശ്രമിച്ചിട്ടുണ്ട്. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക്കിന് മുന്നിലും പിന്നിലും LED കോമ്പിനേഷൻ ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളുമാണ് ലഭിക്കുക. മൊത്തത്തിലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊണ്ടുവരാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആര് കണ്ടാലും സ്വന്തമാക്കാൻ മോഹിക്കുന്ന രൂപഭംഗി EVക്കുണ്ട് എന്ന് ചുരുക്കം. പേൾ ഷാലോ ബ്ലൂ, പേൾ മിസ്ട്രി വൈറ്റ്, പേൾ സെറനിറ്റി ബ്ലൂ, മാറ്റ് ഫോഗി സിൽവർ മെറ്റാലിക്, പേൾ ഇഗ്നിയസ് ബ്ലാക്ക് എന്നിങ്ങനെ 5 നിറങ്ങളിലും ആക്റ്റീവ EV ലഭ്യമാകുന്നതാണ്. ഇനി ഇതിന്റെ ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ ഹോണ്ട റോഡ് സിംഗ് ഡിയോ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ സുഗമമാക്കുന്ന നിരവധി കണക്ടിവിറ്റി സവിശേഷതകളുള്ള വലിയ 7-ഇഞ്ച് TFT സ്ക്രീനുമായിട്ടാണ് ആക്റ്റീവ EV വിപണിയിലേക്ക് എത്തുന്നത്. നാവിഗേഷനും ഇതോടൊപ്പം ഉള്ളതിനാൽ തന്നെ റൈഡിംഗ് കൂടുതൽ എളുപ്പമാകുന്നതാണ്. ഹാൻഡിൽ ബാർ സ്ഥാപിച്ചിരിക്കുന്ന ടോഗിൾ സ്വിച്ചുകളിലൂടെ ഇതിലെ സംവിധാനങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിന് ഡേ നൈറ്റ് മോഡുകളുമുണ്ട്. സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സ്റ്റാർട്ട് എന്നിവ ഉൾപ്പെടുന്ന ഹോണ്ടയുടെ സ്മാർട്ട് സവിശേഷതകളും ആക്റ്റീവയുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് ലഭിക്കുന്നതാണ്. മറ്റ് മെക്കാനിക്കൽ വശങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഷനായി മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഡ്യുവൽ സ്പ്രിങ്ങുകളുമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. 12-ഇഞ്ച് അലോയ് വീലുകളിലാണ് ഈ ഒരു EV നിരത്തിലേക്ക് എത്തുന്നത്. അതേസമയം ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യുന്നത് ഡിസ്ക് ഡ്രം കോമ്പിനേഷനാണ്. 1.5 kWh സ്വാപ്പബിൾ ബാറ്ററി പാക്കുമായി വരുന്ന ആക്റ്റീവ സ്കൂട്ടറിന് സിംഗിൾ ചാർജിൽ 102 കിലോമീറ്റർ റേഞ്ച് വരെ നൽകാൻ സാധിക്കുന്നതാണ്. ഈ ബാറ്ററികളെ ഹോണ്ട മൊബൈൽ പവർ പാക്ക് എന്നാണ് വിളിക്കുന്നത്. ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും മുംബൈയിൽ ഉടൻ തന്നെ മറ്റൊന്ന് ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഈ ബാറ്ററികൾ 22 nm പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 6 kW പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് ഇലക്ട്രിക് മോട്ടോറുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട് എന്നിങ്ങനെ 3 റൈഡിംഗ് മോഡുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. EVയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ 80 കിലോമീറ്റർ ആണ്. 0 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത വെറും 7.3 സെക്കൻഡിൽ കൈവരിക്കാനും ആക്റ്റീവ ഇലക്ട്രിക്കിന് സാധിക്കും. ആക്റ്റീവ യുടെ വിൽപ്പന ഘട്ടം ഘട്ടമായി ആരംഭിക്കാനാണ് ഹോണ്ട പദ്ധതിയിട്ടിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ മെയ് മാസത്തോടെ ബംഗളൂരു, ഡൽഹി, NCR അതുപോലെ തന്നെ മുംബൈ എന്നിവിടങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തുന്നതാണ്. ഈ 3 നഗരങ്ങളിലും ഹോണ്ട മൊബൈൽ പവർ പാക്ക് ഉപയോഗിച്ച ബാറ്ററി സ്വാപ്പ് സേവനവും നൽകുന്നതാണ്. ഇതിനുശേഷമാകും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഹോണ്ട കടന്നു വരിക.